സാമ്പത്തികമായിട്ട് അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഒരു ഫാമിലിയിലെ കുട്ടിയാണ്. ആ കുട്ടി കോളേജിലേക്ക് തിരിച്ച് പോകുന്ന വഴിയിൽ ആ കുട്ടി ബുക്ക് ചെയ്തു ട്രെയിന് കിട്ടി. ട്രെയിന് വന്നു. വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് സംഭവിച്ചതാണ്. നമുക്ക് പരസ്പരം അറിയാത്ത ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മളുമായിട്ട് സമീപിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ മനസ്സിലാകുമല്ലോ. ഓക്കെ, വീണ്ടും ആ പയ്യൻ ആ പെൺകുട്ടിയുടെ അടുത്ത് വരുന്നു. ചതി മനസ്സിലാക്കുക ഗൈസ്, അത്ര എനിക്ക് പറയാനുള്ളൂ. പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പെൺകുട്ടികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതായത് പുറത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ, നിങ്ങൾ ലീവിന് വീട്ടിലേക്ക് വരും. തിരിച്ചു പോകുന്നത് ചിലപ്പോൾ ബസ്സിലോ ട്രെയിനിലോ ആയിരിക്കാം. ചിലപ്പോൾ വീട്ടിലേക്ക് വരുന്നതും ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വിൻഡോ സീറ്റൊക്കെ എടുത്തിട്ട് യാത്ര പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 8ൻ്റെ പണിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ കരഞ്ഞിട്ടോ കുടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. സോ ഈ പെൺകുട്ടിക്ക് എന്താണ് ട്രെയിനിൽ വെച്ച് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. പെൺകുട്ടി പഠിക്കുന്നത് നഴ്സിങ്ങിനാണ്. പക്ഷെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഒരു ഫാമിലിയിലെ കുട്ടിയാണ്. ആ കുട്ടി കോളേജിലേക്ക് തിരിച്ച് പോകുന്ന വഴിയിൽ ആ കുട്ടി ബുക്ക് ചെയ്തു ട്രെയിന് കിട്ടി. ട്രെയിന് വന്നു. വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് സംഭവിച്ചതാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളൊന്ന് കാണുക. അതായത് ട്രെയിനിൻ്റെ വിൻഡോ സീറ്റിൽ ആ പെൺകുട്ടി ഇരിക്കുകയാണ്. ആരുമില്ല കേട്ടോ, ഒറ്റക്കാണ് പെൺകുട്ടി വീട്ടിലേക്ക് വന്നത്. ഈ ഒറ്റക്കൊക്കെ ലീവ് എടുത്ത് വീട്ടിലേക്ക് വരുന്ന കുട്ടികൾ ഈ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആ കുട്ടി അവിടെ ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എന്തോ ഒന്ന് നോക്കുന്ന സമയത്ത് ഒരു പയ്യൻ, ഒരു ചെക്കന്, എനിക്ക് തോന്നുന്നു ഒരു 24-25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെക്കന്. അവന് അത്യാവശ്യം കാണാൻ ജെന്റിൽമാൻ ലുക്കാണ്. ആ പയ്യന് ആ പെൺകുട്ടിയുമായിട്ട് സമീപിക്കുകയാണ്. പെൺകുട്ടിയോട് ചോദിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് പരസ്പരം അറിയാത്ത ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മളുമായിട്ട് സമീപിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ മനസ്സിലാകുമല്ലോ. ഓക്കെ, വീണ്ടും ആ പയ്യൻ ആ പെൺകുട്ടിയുടെ അടുത്ത് വരുന്നു. എന്നിട്ട് കുട്ടിയോട് എവിടെയാണ് പഠിക്കുന്നത്, എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ടോ, ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ വന്നത്, ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ തിരിച്ച് കോളേജിലേക്ക് പോകുന്നത്, ഇപ്പോൾ ട്രെയിനിൽ കൂടെ ആരാണ് ഉള്ളത്, അങ്ങനെ ആ കുട്ടിയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ്. മൊബൈൽ ഫോണിൽ നോക്കുക, നിങ്ങൾ നോക്കുക ഗൈസ്, ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ ഒരു പരിചയവുമില്ലാത്ത ഒരു പയ്യന് ആ പെൺകുട്ടിയെ സമീപിച്ചിട്ട് മൊബൈൽ ഫോൺ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ, അത്യാവശ്യം മെച്യൂരിറ്റിയുള്ള, ബുദ്ധിയും വിവരമൊക്കെ ഉള്ള കുട്ടികൾ എന്താ ചെയ്യുക, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചോദിച്ചോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞിട്ട് ഒഴിവാകുക ചെയ്യുക. പക്ഷെ ആ കുട്ടി അങ്ങനെ ചെയ്ത് ആ പയ്യനൊരു നമ്പർ ഡയൽ ചെയ്യാൻ പറഞ്ഞു. ആ പെൺകുട്ടിയുടെ ഫോണിൽ ഡയൽ ചെയ്യാം. അപ്പോൾ ചെക്കൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കൂട്ടുകാരനൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഡയൽ ചെയ്യുമോ, ഫോണിൽ ഒന്ന് ടൈപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ടൈപ്പ് ചെയ്ത് സംസാരിക്കട്ടോ. ഇത് സംസാരിക്കുന്നതൊക്കെ സ്പീക്കറിലിട്ടിട്ടാണ്. അത്രയും ട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടിയുമായിട്ട് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്തിട്ട് കുട്ടിയെ ട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നമ്മളൊക്കെ ചെയ്യുന്നത്. സോ നിങ്ങൾ ചതി മനസ്സിലാക്കുക ഗൈസ്, അത്ര എനിക്ക് പറയാനുള്ളൂ. പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ എൻ്റെ അത് പോയേ, എൻ്റെ ഇത് പോയേ, ഇനി എനിക്കൊന്നും ഇല്ലേ, ആരോട് പറയും, ആര് കേൾക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരുന്ന് കൂത്തിയിരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ.
ആദ്യം ശ്രദ്ധിക്കുക. എത്ര പറയാം, ചെക്കൻ പോയില്ല കേട്ടോ, പയ്യൻ പോയില്ല, എന്താണ് ഉദ്ദേശം എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കുക, കുട്ടിയുടെ കഴുത്തിൽ ഗോൾഡ് ഉണ്ട്. ഏകദേശം 7 പവനോളം തൂക്കമുള്ള ഒരു ഗോൾഡാണ് ആ കുട്ടി ധരിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് ഏത് പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ഗോൾഡൊക്കെ ധരിച്ചിട്ട് കോളേജിലേക്ക് പോകുന്നത് എന്നുള്ളത് അറിയില്ല. കാരണം റിച്ച് ആയിട്ട് ഞാൻ വലിയ എന്തോ സംഭവമാണ്, എൻ്റെ ഫാമിലി റിച്ചാണ്, ഞാൻ റിച്ചാണ്, ബിക്കോസ് ഐ എം എ റിച്ച് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, സൊസൈറ്റിയിൽ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ധരിച്ചു പോകുന്ന പെൺകുട്ടികളോട് എനിക്ക് പുച്ഛം പറയാം. ഓക്കെ, ഗോൾഡിനോട് എനിക്കുള്ള താല്പര്യമില്ല, നമുക്കൊന്നും അത്രയും താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്തായാലും ആ കുട്ടി അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ഉദ്ദേശമാണ് ആ ചെക്കൻക്കുള്ളത്. അതെന്താണെന്ന് നിങ്ങളൊന്ന് കാണുക. നിരന്തരമായിട്ട് ആ കുട്ടി ഇങ്ങനെ ഫോളോ ചെയ്യാണ്. ഓക്കെ, അവസരത്തിന് വേണ്ടിയിട്ട് ആ ഒരു പയ്യനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ഓപ്പർച്യൂണിറ്റി വിത്തിൻ സെക്കൻഡ് കിട്ടിയാൽ മതി. ആ കുട്ടി ട്രെയിനിൻ്റെ ഉള്ളിലാണുള്ളത്, സ്ട്രേഞ്ചറായിട്ടുള്ള ആ പയ്യൻ പുറത്താണുള്ളത്. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ പയ്യൻ എന്ത് ആ കുട്ടിയെ ചെയ്ത് കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഒന്ന് റിയാക്ട് ചെയ്യാനുള്ള സമയമോ അല്ലെങ്കിൽ ഓ മൈ ഗോഡ് എൻ്റെ പൊന്നോ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സംഭവം കഴിഞ്ഞു. ആ കുട്ടി എടുത്ത് പോയതിന് ശേഷമാണ് ചിന്തിക്കുന്നത് എൻ്റെ കഴുത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്, അയ്യോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഗോൾഡിൻ്റെ റേറ്റ് ഞാൻ പറയണം, മണ്ടത്തരം എന്നല്ല അതിപ്പോൾ എന്താ പറയുക. അതുകൊണ്ട് സ്ത്രീകൾ, പെൺകുട്ടികൾ ആരോ ആയിക്കോട്ടെ, ഇത്തരത്തിൽ ഗോൾഡൊക്കെ ധരിച്ചിട്ട് നിങ്ങൾ കോളേജിലേക്കോ ഫംഗ്ഷനോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യും. ഒരു സംശയം വേണ്ട, ഗോൾഡിൻ്റെ റേറ്റ് വെച്ചിട്ട് നിങ്ങളെ ചിലപ്പോൾ കൊന്നിട്ട് ജീവൻ വരെ നിങ്ങൾക്ക് നഷ്ടമാവും. അതുകൊണ്ട് ഗോൾഡൊന്നും ധരിച്ചിട്ട് എന്ത് ചെയ്യരുത്, പബ്ലിക്കിലോട്ട് ഇറങ്ങാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വീഡിയോ കാണാം.